ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. തുഷാരം ബ്ലോഗ്സ് ഒരുപാട് തവണ 3-4 തവണ എക്സസൈസിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ കാരണം ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ബേസായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എക്സർസൈസ്. ഞാനിപ്പം 5 കിലോമീറ്റർ റൺ ചെയ്ത് വന്നതാണ്. അപ്പോൾ റോഡിൻ്റെ മുകളിൽ ഞാൻ കണ്ടത് മാക്സിമം ഒരു 40 ആൻഡ് അബവ് അല്ലെങ്കിൽ 50 ആൻഡ് അബവ് ഏജുള്ള ആളുകളാണ്. ഇതൊന്നും ചെറുപ്പക്കാർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഡോക്ടറുടെ എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ എക്സസൈസിലേക്കൊക്കെ ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഷുഗറൊക്കെ പിടിച്ച് അല്ലെങ്കിൽ പ്രഷറൊക്കെ ആയി അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ ആയി നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ നിർദ്ദേശിക്കും, ഇങ്ങനെ നിങ്ങൾക്ക് എക്സസൈസിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആവശ്യമുണ്ട്, എക്സസൈസ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഈ കൊട്ടയും വട്ടിയൊക്കെ എടുത്തിട്ട് എക്സസൈസിന് ഇറങ്ങുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോരാ, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ന് ഞാൻ റൺ ചെയ്ത് വരുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 2 പിള്ളേർ അങ്ങനെയാണ്, 2 കുട്ടികൾ അങ്ങനെയാണ് കണ്ടത്. ഒരു 18, 20, 22 വയസ്സുള്ള. ബാക്കിയെല്ലാം നമ്മളെപ്പോലെ കുറേ ഏജായ ആളുകളാണ്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നിർദ്ദേശാനുസരണം സ്വമനസാലെ അല്ലാതെ വന്ന ആളുകളായിരിക്കാം. അതുപോരാ, നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ എക്സസൈസ് ചെയ്യുക. അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. നമ്മൾ ഇതിന് മുമ്പും ഈ തുഷാരം ബ്ലോഗ്സ് ഫോമപ്പ് ആയതിന് ശേഷം 3-4 തവണ എക്സസൈസിൻ്റെ വീഡിയോ ചെയ്ത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ടും ഇത് കണ്ടിട്ട് ഒരു 2 ആളെങ്കിലും എക്സസൈസ് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ അത് ഒരു സ്വന്തവും ഇൻഡിവിജ്വലിനും സമൂഹത്തിനും കുടുംബത്തിനും വേൾഡിനും ഒക്കെ തന്നെ അതൊരു വലിയ ഗുണകരമായ കാര്യമാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും. ഇപ്പോൾ പലതവണ നമ്മൾ എക്സസൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1-2 ചെറിയ എക്സർസൈസ് ഇതിൻ്റെ കൂടെ, ഈ ഒരു വോയിസിൻ്റെ കൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. അത് പറ്റുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ കുറച്ച് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ കുറച്ച് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. നമ്മുടെ തുഷാരം ബ്ലോഗ്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും നമ്മൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെഞ്ച് സ്ട്രെച്ച് ആണ്. കുറച്ച് ഹാർഡാണ്, ഒരു ചെറിയൊരു പരിശീലനം വേണം. ഒരു 4-5 ദിവസം നമ്മൾ ട്രൈ ചെയ്തെങ്കിൽ അതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഒന്ന് ശ്രദ്ധിക്കട്ടെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ബോഡി പാരലൽ ടു ദി ഗ്രൗണ്ട് ആയിരിക്കണം. എൻ്റെ ഈ പൊസിഷൻ നോക്കണം. കൈയിൻ്റെ ബലത്തിന് മുകളിൽ താഴുക, എന്നിട്ട് പൊങ്ങുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ചെറിയൊരു ഐഡിയ മാത്രമാണ് തരുന്നത്, കാരണം ഒത്തിരി ചെയ്യാനുള്ള സമയക്കുറവുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ചെറിയൊരു എക്സസൈസും കൂടെ നോക്കാം. സമയം അതിക്രമിക്കുന്ന ജസ്റ്റ് ലൈക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് സുംബ ഡാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഒന്നുമില്ല, വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വളരെ നല്ല എക്സർസൈസാണ്. പെട്ടെന്ന് നമുക്കിത് ക്യാച്ച് ചെയ്യാനും പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഞാൻ പറയാൻ മറന്നു, ആദ്യമേ പറയേണ്ടതായിരുന്നു. നമ്മൾ ശാരീരികമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. നടുവേദനയായിട്ടും നെഞ്ചുവേദനയായിട്ടും അതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ചോദിച്ചിട്ട് അവരോട് അഡ്വൈസ് വാങ്ങിച്ചിട്ട് ഏത് തരം എക്സർസൈസാണ് എൻ്റെ ബോഡിക്ക് അലൗഡ് ആവുക, എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒന്ന് ചോദിച്ചിട്ടേ ചെയ്യാവൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.